ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു V4 സിവിൽ. ഓക്കെ, നമ്മൾ ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ബിടെക് ലെവലിലൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്താണ് മെക്കാനിക്സ് എന്ന് നോക്കാം. Mechanics is actually the study of bodies whose are in rest or in motion. മോഷനിലുള്ളതോ റെസ്റ്റിലുള്ള ബോഡീസിനെ കുറിച്ച് പഠിക്കുന്നതാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും മെക്കാനിക്സിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാവും. നമ്മൾ എങ്ങനെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലോട്ട് എത്തും എന്നുള്ളത് കൂടി നോക്കാം. ക്ലാസിഫിക്കേഷൻസ് ഓഫ് മെക്കാനിക്സ്. ഫസ്റ്റ് വൺ, ക്ലാസിക്കൽ മെക്കാനിക്സ്. ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നും അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. അല്ലേ, നമ്മൾ കേട്ടിട്ട് പരിചയമുള്ള വാക്കാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്. ഓക്കെ, ക്ലാസിക്കൽ മെക്കാനിക്സ് ഡീൽ ചെയ്യുന്നത് ന്യൂട്ടനാണ്. അത് മേജർ കോൺട്രിബ്യൂഷൻ ന്യൂട്ടൻ്റെതാണ്. ന്യൂട്ടൻ്റെ 3 ലോനെ ബേസ് ചെയ്തിട്ടുള്ള മെക്കാനിക്സും പിന്നെ ഗ്രാവിറ്റേഷൻ ലോയും. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള മെക്കാനിക്സ് ആണ് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഇത് ക്ലാസിഫിക്കേഷൻ ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ നമ്മൾ ഏത് ഏരിയ ഓഫ് സ്റ്റഡിക്ക് അനുസരിച്ചാണ് ക്ലാസിഫിക്കേഷൻ, ഏത് ഏരിയയിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. നമ്മൾ നോർമലി സാധാരണ കാണപ്പെടുന്ന ബോഡീസിനെ കുറിച്ച് പഠിക്കുന്നതും അവയുടെ മോഷൻസിനെ കുറിച്ച് പഠിക്കുന്നതും അവയുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നതും അതിൽ വരുന്ന ഫോഴ്സുകളെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്, ക്ലാസിക്കൽ മെക്കാനിക്സ്. ഓക്കെ, ഇനി അതാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ഇറ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ 3 ലോസ് ഓഫ് ന്യൂട്ടൻ്റെ 3 ലോസ്. നമുക്കറിയാം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഓക്കെ, പിന്നെ ഗ്രാവിറ്റേഷണൽ ലോ. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ലോ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ക്ലാസിക്കൽ മെക്കാനിക്സ്. ഇനി അടുത്തത് നമുക്കറിയാം റിലേറ്റീവ് മെക്കാനിക്സ്. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് നോർമലുള്ള ബോഡീസിനെ കുറിച്ചല്ല. ബോഡീസ് മൂവിങ് ഇൻ ഹയർ വെലോസിറ്റീസിൽ പാസ് ചെയ്യുന്ന ബോഡീസിനെ കുറിച്ചാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഹയർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എത്ര വരും, ഏകദേശം ലൈറ്റിൻ്റെ വെലോസിറ്റിക്ക് അനുസരിച്ച് അത്രയും ഹയർ സ്പീഡിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ കുറിച്ച് അല്ലെങ്കിൽ ബോഡീസിനെ കുറിച്ച് പഠിക്കുന്നതാണെന്ത്, റിലേറ്റീവ് മെക്കാനിക്സ്. ഓക്കെ, അവിടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചെറിയ വാല്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകാം അല്ലേ. ചെറിയ വാല്യൂസ് എന്താ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് ഓരോ ഭാഗങ്ങൾ വരുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത ചെറിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് പോകും. ഓക്കെ, അതാണ് റിലേറ്റീവ് മെക്കാനിക്സ്. മെയിൻ കോൺട്രിബ്യൂഷൻ ആരായിരിക്കും, ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലേ. ഐൻസ്റ്റീൻ ആണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്തത് അല്ലേ. അതാണ് റിലേറ്റീവ് മെക്കാനിക്സ്, സ്റ്റഡി ഓഫ് ബോഡീസ് വിച്ച് ആർ മൂവിങ് ഇൻ ഹയർ വെലോസിറ്റീസ്. ഇത്തരം ഹയർ വെലോസിറ്റിയിൽ പോകുമ്പോൾ നമ്മുടെ ബോഡിയുടെ മാസിൽ ചേഞ്ചസ് വരും അല്ലേ. അതാണ് റിലേറ്റീവ് മെക്കാനിക്സ് പറയുന്നത്. ഇനി വേറെ മെക്കാനിക്സ് ഉണ്ട് അല്ലേ, ക്വാണ്ടം മെക്കാനിക്സ്. ഇവിടെ നമുക്കിതിനെ പഠിക്കാനായിട്ട് ഒരു കാര്യം പറയാം. ഇത് നോർമലി കാണുന്ന സംഭവങ്ങൾ അല്ലേ. ഇത് കുറച്ചുകൂടി ഹെവിയർ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹയർ വെലോസിറ്റിയിൽ പോകുന്ന നമ്മുടെ സാറ്റലൈറ്റുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റഡിയാണെന്ന് നിങ്ങൾ പറയാം. ഓക്കെ, ഇതോ ക്വാണ്ടം മെക്കാനിക്സ് ഒന്നുകൂടി ഇന്നർ സ്പേസിലോട്ട് പോയത്. ഇന്റർ ആറ്റോമിക് ഡിസ്റ്റൻസിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. ഇന്റർ ആറ്റോമിക് ഡിസ്റ്റൻസ്, അതായത് ഒരു ആറ്റത്തിനകത്ത് വരുന്ന ബോഡീസിൻ്റെ മൂവ്മെൻറ്റ്, അതിൽ വരുന്ന ഫോഴ്സുകൾ, അതിനെക്കുറിച്ച് പഠിക്കുന്നതാണെന്ത്, ക്വാണ്ടം മെക്കാനിക്സ് അല്ലേ. ഷ്രോഡിഞ്ചർ ആൻഡ് ബ്രോഗ്ലി നിങ്ങൾക്കറിയാം അല്ലേ, അവരൊക്കെ പ്രപ്പോസ് ചെയ്തതാണെന്ത്, ക്വാണ്ടം മെക്കാനിക്സ്. അവിടെ ഡീൽ ചെയ്യുന്ന എന്താണ്, ഇന്റർ ആറ്റോമിക് ഡിസ്റ്റൻസ് ആണ്. 2 ആറ്റങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് വളരെ മൈന്യൂട്ടാണ് അല്ലേ, പക്ഷേ അവർക്ക് എന്തുണ്ട്, ഹെവിയർ എനർജി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കറിയാം. ഓക്കെ, അത്തരം മെക്കാനിക്സ് ആണ് എന്ത്,
ക്വാണ്ടം മെക്കാനിക്സ് അല്ലേ. ഇനി ഇവിടെ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് മേജറിൽ ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് തന്നെയാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ഇത് പ്യൂർലി മെക്കാനിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലോട്ട് വരാം. നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിലോട്ടാണ് ഡീൽ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി എന്താണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്താണ്? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അല്ലേ. മെക്കാനിക്സിലെ ലോസും മെക്കാനിക്സിൽ ആവശ്യമായ നമുക്ക് മെക്കാനിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലോകളൊക്കെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അതിനെ അപ്ലൈ ചെയ്യുന്നതാണ് ആക്ച്വലി എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. നമ്മുടെ നീഡ്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിലുള്ള നീഡിലേക്ക് ഉപയോഗിക്കുന്നതാണെന്ത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. മെക്കാനിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ആക്ച്വലി എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയാം. മെക്കാനിക്സിൽ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലോസും അതിൽ വരുന്ന തിയറംസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, മനുഷ്യൻ്റെ ഡെയിലി യൂസിന് അല്ലേ, മാൻകൈൻഡിൻ്റെ ഡെയിലി യൂസിന് വേണ്ടി ഉപയോഗിക്കുക. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിൽ ഉപയോഗിക്കുമ്പോഴാണെന്ത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് ഇനി അതിൻ്റെ ബ്രാഞ്ചുകൾ അല്ലേ, ബ്രാഞ്ചുകളെ കുറിച്ച് പഠിക്കാം. ബ്രാഞ്ചുകൾ ഇതിൽ തന്നെ നമുക്കറിയാം ബോഡീസിനെ കുറിച്ച് പഠിക്കുന്നത്. അതിൽ സോളിഡ്സ് ഉണ്ട്, ഫ്ലൂയിഡ്സ് ഉണ്ട്. സോളിഡ് മെക്കാനിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, സോളിഡ് മെക്കാനിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലേ, സോളിഡ് മെക്കാനിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. നമ്മൾ എവിടുന്നാണ് വന്നത്? മെക്കാനിക്സിൽ നിന്ന് വന്നു, അതിനെ നമ്മൾ എഞ്ചിനീയറിംഗ് ലെവലിലോട്ട് അപ്ലൈ ചെയ്തു, അതാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. അതിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. എന്താണ്? സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ് അല്ലേ, സോളിഡ് മെക്കാനിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറൻറ്റ് ടോപ്പിക്കിലോട്ടാണ് പോകുന്നത് അല്ലേ. എഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ഡീൽ ചെയ്യുന്നത് സോളിഡ് മെക്കാനിക്സിനെ കുറിച്ചാണ്. ഇനി സോളിഡ്സ് തന്നെ ഏതൊക്കെ മെക്കാനിക്സ് ഉണ്ട് നമുക്കറിയാം. അവിടെ രണ്ട് ടൈപ്പ് സോളിഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഏതൊക്കെ? ഒന്ന് റിജിഡ് ആയിട്ടുള്ള സോളിഡ്സും അല്ലെങ്കിൽ ഡീഫോമബിൾ ആയിട്ടുള്ള സോളിഡ്സും. റിജിഡ് ബോഡീസ് അല്ലേ, റിജിഡ് ബോഡീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമുക്ക് ഡീഫോമബിൾ ബോഡീസിനെ കുറിച്ച് പഠിക്കാം. ഡീഫോമബിൾ ബോഡീസ് എന്താ റിജിഡ് ബോഡീസ്? റിജിഡ് ബോഡീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നോർമലി പറയുന്ന ഡെഫിനിഷനാണ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാത്തത് എന്ന് ബേസിക് ആയിട്ട് പറയാം. ഷേപ്പ് ചേഞ്ച് ചെയ്യാത്തത് റിജിഡും ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത് ഡീഫോമബിൾ ബോഡീസും എന്ന് പറയാം അല്ലേ. അത് ഒരു ബേസിക് അല്ലേ. ഇനി എന്താണ് ആക്ച്വലി നമുക്ക് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല, നമ്മൾ ആ ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ബോഡിയിൽ ഇൻറ്റേർണലി ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല. അതിൻ്റെ ഇൻറ്റേർണൽ പാർട്ടിക്കിൾസ് തമ്മിൽ റിലേറ്റീവായിട്ട് മൂവ് ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, അത് കാരണം അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇൻറ്റേർണലി ഡീഫോർമേഷൻസ് ഉണ്ടാവും, ഇൻറ്റേർണൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അത് എൻ്റയർലി ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. നമ്മളിപ്പോൾ അത് ഡീഫോം ചെയ്യാത്ത റിജിഡ് ബോഡീസിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. ഇത് നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? ഇതാണ് നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ് എന്ന് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത് ഡീൽ ചെയ്യുന്നത്. മോസ് അല്ലേ, മെക്കാനിക്സ് ഓഫ് സോളിഡ് അല്ലേ. അവിടെ നമ്മൾ ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ഡീഫോർമേഷൻ, ആ ഡീഫോർമേഷൻ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സസ്, അതിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. ബെൻഡിങ് സ്ട്രെസ് അല്ലേ, ബെൻഡിങ് സ്ട്രെസ്, ടോർഷണൽ സ്ട്രെസ് അല്ലെങ്കിൽ ടോർഷണൽ ഷിയർ സ്ട്രെസ്, ടോർഷൻ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സെൻട്രിക് ലോഡ് കാരണം ഉണ്ടാകുന്ന ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ്, ആക്സിയൽ സ്ട്രെസ്സസ് അല്ലേ. അവിടെ സ്ട്രെസ്സുകളൊക്കെ ഡീൽ ചെയ്യുന്ന ഡീഫോമബിൾ ബോഡീസിനെ കുറിച്ചാണ്. ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ കാരണം, അവിടെ എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന ഡീഫോർമേഷൻ, അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സസ്, അതാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. ഇനി റിജിഡ് ബോഡീസിൽ തന്നെ മെക്കാനിക്സ് പഠിക്കുമ്പോൾ അവിടെ രണ്ട് ഐറ്റം ബോഡീസ് ഉണ്ട്. ഒന്ന് റസ്റ്റിൽ നിൽക്കുന്ന ബോഡീസും ഒന്ന് മൂവ് ചെയ്തിരിക്കുന്ന ബോഡീസും. അതിനെക്കുറിച്ച് പഠിക്കുന്ന രണ്ട് ഏരിയാസാണ്. നമുക്കറിയാം റിജിഡ് ബോഡീസ് ആൻഡ് ഡീഫോമബിൾ ബോഡീസ് അല്ലേ. റിജിഡ് ബോഡീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. സ്റ്റാറ്റിക്സ്
എന്താ സ്റ്റാറ്റിക്സ്? അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലുള്ള ബോഡീസിനെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് സ്റ്റാറ്റിക്സ് അല്ലേ, സ്റ്റാറ്റിക് മെക്കാനിക്സ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് ബോഡീസിനെ കുറിച്ച് പഠിക്കുന്ന, മൂവ് ചെയ്യുന്നത്, ഡൈനാമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്നത് അല്ലേ, മൂവിങ് ബോഡീസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഇനി ഡൈനാമിക്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്? കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. കൈനറ്റിക്സ് അവിടെ വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കൈനമാറ്റിക്സ്, കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. ഓക്കെ, കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഏതൊരു സബ്ജക്റ്റ് എടുക്കുമ്പോഴും ഇതിൽ നിന്ന് എങ്ങനെ ഇനി വ്യത്യസ്തമായിട്ട് ചോദിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തായിരിക്കും കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉള്ള ഏരിയ, ഓക്കെ, അത്തരം ഏരിയകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയും പറഞ്ഞതൊക്കെ ബേസിക് ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് കയറി ചോദിക്കുക എന്നുള്ള പ്രയാസമായിരിക്കും. ഓക്കെ, പിന്നെ എവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം? എല്ലാം ഒരേ കോണ്ടൻ്റ് ഒന്നാണ്, ക്വസ്റ്റ്യൻസ് മാറി മാറി വരുന്നു. എന്തുകൊണ്ട്? നമ്മൾ ആ ഒരു ലെവലിലോട്ട് ഇത് കയറിപ്പോകണം. എവിടെയാണോ ഇവർ ട്രിക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ അടുത്തായിരിക്കും ചിലപ്പോൾ ചോദിക്കും. അങ്ങനെ ആ ലെവലിലോട്ട് നമ്മൾ അപ്രോച്ചുകൾ കയറി വരണം. ഇവിടെ കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്, ഇവിടെ ഞാനിത് കണ്ടപ്പോൾ പറഞ്ഞതാണ്. ഇത് ഒരുപോലെ തോന്നിക്കുന്ന രണ്ട് വേർഡുകൾ, ഇത് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. പലരും ഇത് വായിച്ചു വിട്ടിട്ടുണ്ടാവും, വീണ്ടും ക്വസ്റ്റ്യൻ വരുമ്പോൾ വീണ്ടും കൺഫ്യൂഷൻ അല്ലേ, എന്താണ് ഒന്ന്, എന്താണ് മറ്റേത്, എന്താണ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. ഇങ്ങനത്തെ കൺഫ്യൂസിങ് വേർഡ്സ് ഉണ്ടാകുമ്പോൾ ഐ സജസ്റ്റ് ഏതെങ്കിലും ഒന്ന് അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, മറ്റത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കൈനറ്റിക്സ് എന്ന് പറയുന്നത് അതെന്താണ്? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ്. മൂവിങ് ബോഡീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ. പിന്നെന്താ? ഡീൽസ് ഓൾസോ അബൌട്ട് കോസസ് അല്ലേ, ഇതിന് മോഷന് കാരണമാകുന്ന ഫോഴ്സിനെ കുറിച്ചും കൂടെ പഠിക്കുന്നുണ്ട് അല്ലേ. ഈ മോഷന് കാരണം എന്താണെന്ന് കൂടി ഇതിൽ പഠിക്കുന്നുണ്ട്. അതാണെന്ത്? കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ സ്റ്റഡി അബൌട്ട് ഫോഴ്സസ് കോസിങ് മോഷൻ. മോഷന് കാരണമാകുന്ന ഫോഴ്സുകളെ കുറിച്ചും ഇവിടെ പഠിക്കുന്നുണ്ട്. അതാണ് കൈനറ്റിക്സ്. അപ്പോൾ കൈനമാറ്റിക്സോ ഡസ് നോട്ട് ഡീൽ അബൌട്ട് ഫോഴ്സിനെ കുറിച്ച്. മോഷൻ നടക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് പഠിക്കാം. അതിന് കാരണമാകുന്ന ഫോഴ്സുകൾ ആരോ, നെവർ മൈൻഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അങ്ങനെ അതിനെക്കുറിച്ചൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം? ആ മോഷനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുന്ന ആളാണ് എന്ത്? കൈനമാറ്റിക്സ്. ഇവിടെ ഡസ് നോട്ട് സ്റ്റഡി അബൌട്ട് ഫോഴ്സസ് കോസിങ് മോഷൻ. ആ മോഷന് കാരണമാകുന്ന ഫോഴ്സസിനെ കുറിച്ച് ഇവിടെ ഡീൽ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. സോളിഡ് മെക്കാനിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്. സോളിഡ് മെക്കാനിക്സ് ആണ് നമ്മൾ വരുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് FM എന്നുള്ള സബ്ജക്റ്റിൽ വരുന്നതാണ്. ഓക്കെ, അതിൽ തന്നെ സോളിഡ് മെക്കാനിക്സ് 2 ടൈപ്പ് സോളിഡ്സ് ഉണ്ട്, റിജിഡ് ആൻഡ് ഡീഫോമബിൾ ബോഡീസ് അല്ലെങ്കിൽ റിജിഡ് ആൻഡ് ഡീഫോമബിൾ സോളിഡ്സ്. റിജിഡ് സോളിഡ്സിനെ കുറിച്ചാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഡീൽ ചെയ്യുന്നത്. ഡീഫോമബിൾ സോളിഡ്സിനെ കുറിച്ചാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, മെക്കാനിക്സ് ഓഫ് സോളിഡ്. ഇതാണ് ഇതിന് രണ്ടുമുള്ള വ്യത്യാസം മെയിനായിട്ട്. ഓക്കെ, ഇനി അതിൽ തന്നെ നമുക്ക് സ്റ്റാറ്റിക്സ് ഉണ്ട്, ഡൈനാമിക്സ് ഉണ്ട്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബോഡീസ് അണ്ടർ റെസ്റ്റിലുള്ള ബോഡീസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് ബോഡീസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ആക്ച്വലി ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡൈനാമിക്സിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ, കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. കൈനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് ആൻഡ് സ്റ്റഡീസ് അബൌട്ട് മോഷൻ ഓഫ് ബോഡീസ് ആൻഡ് ഫോഴ്സസ് കോസിങ് ദി മോഷന് കാരണമാകുന്ന ഫോഴ്സസിനെ കുറിച്ചും നമ്മൾ അവിടെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. കൈനമാറ്റിക്സിൽ ഡസ് നോട്ട് സ്റ്റഡി അബൌട്ട് ദ ഫോഴ്സസ് കോസിങ് ദ മോഷന് കാരണമാകുന്ന ഫോഴ്സിനെ കുറിച്ച് നമ്മൾ അവിടെ പഠിക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഒരു സിവിൽ എഞ്ചിനീയർ ആസ്പെക്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് സ്റ്റാറ്റിക്സ് ആണ്. ഓക്കെ, ഡൈനാമിക്സ് നമുക്ക് അത്ര വരുന്നില്ല. ഓക്കെ, കുറച്ച് സ്ട്രക്ചറൽ സബ്ജക്റ്റുകളിലോട്ടൊക്കെ കയറുമ്പോൾ സ്റ്റാറ്റിക്സ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ചാൻസുകൾ കൂടുതൽ അല്ലേ. എന്തുകൊണ്ടാണ്? നമുക്ക് പഠിക്കാനുള്ള ബീംസ്, കോളംസ് ആൻഡ് എനിത്തിങ് അങ്ങനെയെല്ലാം സ്റ്റാറ്റിക് സബ്ജക്റ്റുകളാണ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നിലനിൽക്കുന്നതാണ്, ബീം ഓടാറില്ലല്ലോ. ഓക്കെ, അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഇതിൽ ഏതിലോട്ട് ചുരുങ്ങി വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വലിയൊരു ഏരിയ മെക്കാനിക്സ് എന്ന് പറയുന്ന വലിയൊരു ലാർജ് ഏരിയ,
അതിൽ നമ്മൾ എഞ്ചിനീയറിങ്ങിലോട്ട് അപ്ലൈ ചെയ്തപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആയി അല്ലേ. അതിൽ തന്നെ എന്തുണ്ട്, സോളിഡ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു മെക്കാനിക്സ് ഉണ്ട്, ഫ്ലൂയിഡ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു മെക്കാനിക്സ് ഉണ്ട്. സോളിഡ്സ് തന്നെ ഡീഫോമബിൾ ബോഡീസിനെ കുറിച്ചും റിജിഡ് ബോഡീസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു മെക്കാനിക്സ് ഉണ്ട്. വീണ്ടും അതിന് സ്റ്റാറ്റിക്സ് ഉണ്ട്, ഡൈനാമിക്സ് ഉണ്ട്. ഡൈനാമിക്സിൽ കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഫണ്ടമെൻ്റൽ ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, ഫണ്ടമെൻ്റൽ ഡെഫിനിഷൻസ്. ഓക്കെ, അപ്പം നമുക്ക് ഡെഫിനിഷൻസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് ബേസിക് ടേംസ് നമ്മൾ മെക്കാനിക്സിൽ ഉപയോഗിക്കുന്ന കുറച്ച് ബേസിക് ടേംസ്. ഓക്കെ, ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. First one, matter. ഓക്കെ, മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കാം. ദെൻ മാസ്, പാർട്ടിക്കിൾ, ദെൻ എന്താണ് ഒരു ബോഡി. ഓക്കെ, ഏതൊക്കെയാണ്? മാറ്റർ, മാസ്, പാർട്ടിക്കിൾ ആൻഡ് ബോഡി. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈസ് സ്പേസ്. ഒരു സ്പേസ് വേണ്ട സാധനങ്ങളെല്ലാം എന്ത് പറയാം? മാറ്റർ എന്ന് പറയാം. ഒരു സ്പേസ് വേണ്ട സാധനങ്ങളെല്ലാം എന്ത് ചെയ്യാം? മാറ്റർ എന്ന് പറയാം. ഓക്കെ, സ്പേസ് വേണ്ട സാധനം, എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈസ് സ്പേസ്, അതാണ് മാറ്റർ. ഇനി ഈ മാറ്ററിനകത്തുള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത്? മാസ്. അപ്പോൾ ഒരു സ്പേസ് വേണ്ട സാധനത്തിന് പറയുന്ന പേരാണെന്ത്? മാറ്റർ. ആ മാറ്ററിനകത്ത് എത്രത്തോളം സബ്സ്റ്റൻസ് ഉണ്ട്? എല്ലാ മാറ്ററുകളും ഒരുപോലെയല്ല. അപ്പോൾ അതിന് എത്രത്തോളം സബ്സ്റ്റൻസ് ഉണ്ട് അതിനെക്കുറിച്ച് പറയുന്ന പേരാണെന്ത്? മാസ്. ഇനി ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യാന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഇറ്റ് ഹാസ് മാസ് ഉണ്ട്, ബട്ട് ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി സ്മാൾ വോളിയം. ഇൻഫിനിറ്റായിട്ട് സ്മാൾ വോളിയമുള്ള സബ്സ്റ്റൻസ്, അതിനെയാണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ഒരു ബോഡി എപ്പോഴാണ് പാർട്ടിക്കിൾ ആവുക, എപ്പോഴാണ് ബോഡി ആവുക? ഓക്കെ, ഇതെല്ലാം റിലേറ്റീവാണ്. നമ്മൾ ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഏരിയ ഓഫ് സ്റ്റഡി, നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്, ആ പഠിക്കുന്ന ഏരിയ മൊത്തം നോക്കുമ്പോൾ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ബോഡി അല്ലെങ്കിൽ എന്താണോ വസ്തു, അതിൻ്റെ വലിപ്പം എത്രത്തോളം വരും. ഓക്കെ, അത് കൺസിഡർ ചെയ്തിട്ടാണ് ഇത് പാർട്ടിക്കിൾ ആവോ ബോഡി ആവോ എന്നൊക്കെ പറയാം. ഓക്കെ, നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്രിക്കറ്റ് ബോൾ പ്ലേസറിനെ ലാർജ് ഗ്രൗണ്ട്, ഒരു ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ആ ഗ്രൗണ്ടിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ അതിനകത്തിരിക്കുന്ന ചെറിയൊരു ക്രിക്കറ്റ് ബോൾ എന്ന് പറയുന്നത് പാർട്ടിക്കിളായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. എന്തുകൊണ്ടാണ്? അതിന് മാസില്ലേ ഉണ്ട്, പക്ഷെ അതിൻ്റെ വോളിയം നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്ത ഒരു പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യാം. അതിനെയാണ് എന്ത് പറയുന്നത്? പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനിയോ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇങ്ങനെ കുറേ പാർട്ടിക്കിൾസ് ചേർന്നതാണ് എന്ത്? ഒരു ബോഡി എന്ന് പറയും. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞത് എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈസ് സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്ന എല്ലാത്തിനും എന്ത് പറയാം? മാറ്റർ എന്ന് പറയാം. ഓക്കെ, ഇനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കണ്ടെയ്ൻഡ് അല്ലേ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലേ, ഈ മാറ്ററിനകത്തുള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് എന്ത്? മാസ്. പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരേണ്ടത്? ഇറ്റ് ഹാസ് മാസ് ബട്ട് ഇൻഫിനിറ്റ്ലി സ്മാൾ വോളിയമാണ്, ബട്ട് ഇൻഫിനിറ്റ്ലി സ്മാൾ വോളിയം. ഇൻഫിനിറ്റ്ലി സ്മാൾ വോളിയം. ഓക്കെ, അതാണെന്ത്? പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് മാസ് ബട്ട് ഇൻഫിനിറ്റ്ലി സ്മാൾ വോളിയം. ഇനി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്.
നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഒരുപാട് പാർട്ടിക്കിൾസ് കൂടിയതാണ് എന്ത്, ഒരു ബോഡി. പാർട്ടിക്കിൾസ്. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു മാറ്റർ, അതുപോലെ തന്നെ എന്താണ് ഒരു മാസ്, അതുപോലെ തന്നെ എന്താണ് ഒരു പാർട്ടിക്കിൾ, എന്താണ് ഒരു ബോഡി എന്ന്. ഓക്കെ. ഇനി ബോഡീസിൽ തന്നെ നമ്മൾ പറഞ്ഞു നേരത്തെ ഇവിടെ രണ്ട് ക്ലാസിഫിക്കേഷൻ പറയാം, റിജിഡ് ബോഡീസ് ആൻഡ് ഫ്ലെക്സിബിൾ ബോഡി. റിജിഡ് ബോഡീസ് ആൻഡ് ഫ്ലെക്സിബിൾ ബോഡി, അല്ലെങ്കിൽ ഡീഫോമബിൾ ബോഡി അല്ലേ. റിജിഡ് ബോഡീസും ഡീഫോമബിൾ ബോഡി. റിജിഡ് ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബോഡീസ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ് ആഫ്റ്റർ ദ അപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ലോഡ്. എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്തതിനു ശേഷം അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാത്ത ബോഡീസാണ് റിജിഡ് ബോഡീസ്, സ്ട്രോങ് ആണ്. ഓക്കെ. ഡീഫോർമേഷൻ സംഭവിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കുന്ന ബോഡീസാണ് എന്ത്, ഡീഫോമബിൾ ബോഡീസ്. അപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ലോഡ് കാരണം അതിൻ്റെ സൈസ് ഓർ ഷേപ്പ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ സൈസ് ചേഞ്ച് ചെയ്യുക. ഓക്കെ. അത് ചേഞ്ച് ചെയ്യുന്നതാണ് എന്ത്, ഡീഫോമബിൾ ബോഡീസ്. അല്ലാതെ വേറെ രീതിയിൽ കൂടി ഡെഫിനിഷൻ കാണാറുണ്ട്. റിലേറ്റീവ് പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾസ് ചേഞ്ച് ചെയ്യാറില്ല. ഒരു എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയിലുള്ള പാർട്ടിക്കിൾസ്, ഒരു ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരുപാട് പാർട്ടിക്കിൾസ് കൂടിയതാണല്ലേ, ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള റിലേറ്റീവ് പൊസിഷൻ ഒന്നുമായിട്ട് എത്രത്തോളം അകന്നിരിക്കുന്നു, അല്ലെങ്കിൽ എത്ര വിട്ടാണ്, ഏത് ഡയറക്ഷനിലാണ്, ഏത് ആംഗിളിലാണ് ഒരു പാർട്ടിക്കിൾ മറ്റു പാർട്ടിക്കിളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിൽക്കുന്നത്, അത് എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നും എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്തതിന് ശേഷവും ഒരുപോലെയാണെങ്കിൽ അവ എന്താണ്, റിജിഡ് ബോഡീസ് ആണ്. ഓക്കെ. റിജിഡ് ബോഡീസ്. റിലേറ്റീവ് പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഡസ് നോട്ട് ചേഞ്ച് ചെയ്യാത്തത് ആഫ്റ്റർ ദ അപ്ലിക്കേഷൻ ഓഫ് ലോഡ്, എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് ശേഷം റിലേറ്റീവ് പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് റിജിഡ് ബോഡീസ് ആണ്. ഇനി അവ മാറുന്നുണ്ടെങ്കിൽ അത് ഡീഫോമബിൾ ബോഡീസ് ആണ്. ഓക്കെ. ഡീഫോമബിൾ ബോഡീസ് ആണ്. ഇനി റിജിഡ് ബോഡീസ് ആൻഡ് ഡീഫോമബിൾ ബോഡീസ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് മാറ്റർ, എന്താണ് മാസ്, എന്താണ് പാർട്ടിക്കിൾ, എന്താണ് ബോഡി. ഏത് ഒരു സ്പേസ് വേണ്ട സാധനത്തിനെല്ലാം എന്ത് പറയാം, മാറ്റർ എന്ന് പറയാം. ഓക്കെ. അതിൽ അടങ്ങിയിരിക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ മാസ് എന്ന് പറയുന്നു. ഇനി നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യുകയാണ്. ആ ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ വോളിയമേ ഉള്ളൂ. അല്ലാതെ എപ്പോഴും ചെറിയ വോളിയംസ് ഉള്ളതിനെ മാത്രമല്ല എന്ത് പറയുന്നത്, പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ. ഓക്കെ. ഇപ്പം നമ്മൾ എർത്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ എർത്ത് ആൻഡ് സൺ റിലേഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറെ ജൂപ്പിറ്ററിനെ കുറിച്ചാണ്. ഇങ്ങനെയുള്ള റിലേഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ എർത്തിലുള്ള ഒരു ആൾ ഒക്കെ എന്താണ്, പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് അവിടെ പാർട്ടിക്കിളിനെയും ബോഡീനെയും ഡിഫൈൻ ചെയ്തത്. ഓക്കെ. അപ്പോൾ അതിനെന്താണ് പ്രത്യേകത, ഇറ്റ് ഹാസ് മാസ്, അതിന് മാസ് ഉണ്ട്, ബട്ട് ഇൻഫിനിറ്റ്ലി സ്മാൾ വോളിയം. ഓക്കെ. ദെൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാർട്ടിക്കിൾസ് കൂടി ചേർന്നാണ് ഒരു ബോഡി എന്ന് പറയുന്നത്. ഇനി ബോഡീസ് വരുമ്പോൾ തന്നെ അതിൽ റിജിഡ് ബോഡീസും ഡീഫോമബിൾ ബോഡീസും. റിജിഡ് ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ് സൈസ് ഓർ ഷേപ്പ് അണ്ടർ ദ ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ലോഡ്, അതാണ് റിജിഡ് ബോഡീസ്. ഇനി അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ബോഡീസിനെയാണ് എന്ത്, ഡീഫോമബിൾ ബോഡീസ് എന്ന് പറയുന്നത്. അതിന് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിക്കകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ റിലേറ്റീവ് പൊസിഷൻ നമ്മൾ ഒരു എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുകയാണെങ്കിൽ അതിനെ ഡീഫോമബിൾ ബോഡീസ് എന്നും, ആ റിലേറ്റീവ് പൊസിഷൻ മാറാത്തതെല്ലാം റിജിഡ് ബോഡീസ് ആയിട്ടും കൺസിഡർ ചെയ്യും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഒരു ബോഡീസിൻ്റെ ഡീഫോർമേഷൻസ് അല്ലേ, അല്ലെങ്കിൽ ഒരു ബോഡീസിൻ്റെ റിജിഡ് ബോഡീസ് ആൻഡ് ഡീഫോമബിൾ ബോഡീസ് കുറിച്ച് പറയുമ്പോൾ നമുക്ക് വരുന്ന ശ്രദ്ധയിൽ വരുന്ന രണ്ട് ടേംസ് ആണ് ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക്. ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക്. എന്താണ് ഇലാസ്റ്റിക്, എന്താണ് പ്ലാസ്റ്റിക്? ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള പരിചയമുള്ള സാധനങ്ങളായിരിക്കാം. പ്ലാസ്റ്റിക് ഓക്കെ. ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക്. ഓക്കെ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു ബോഡിയിൽ കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്തു, എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്തു,
അതിൻ്റെ സൈസ് ഓർ ഷേപ്പ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, നമ്മൾ ആ ബോഡിയിൽ നിന്നും ആ ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന പാടെ തന്നെ തിരിച്ച് റിമൂവ് ചെയ്യുമ്പോൾ തിരിച്ച് പഴയ പൊസിഷനിലോട്ട് തന്നെ ആ ബോഡി എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവ ഇലാസ്റ്റിക് ബോഡീസാണ്. ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നതാണ്. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ ബോഡിക്ക് ഒരു ഡീഫോർമേഷൻ ഉണ്ടായി, എന്തെങ്കിലും ലെങ്ത് ഇൻക്രീസ് ചെയ്യോ അല്ലെങ്കിൽ വിടുത്ത് കുറയോ അങ്ങനെ എന്തെങ്കിലും ഒരു ജോമെട്രിക്കൽ ഡയമെൻഷൻസ് ചേഞ്ച് ആയി എന്ന് വിചാരിക്കുക. ആ ചേഞ്ച് ആയത് നമ്മൾ എപ്പോഴാണോ ഈ ഫോഴ്സ് റിമൂവ് ചെയ്യുന്നത്, ആ റിമൂവ് ചെയ്യുന്ന ഉടനെ അത് തിരിച്ച് പഴയ പൊസിഷനിലെത്തുന്നുണ്ടെങ്കിൽ ആ ബോഡീസ് ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഏതാണ് കൂടുതൽ ഇലാസ്റ്റിക് എന്ന് പറയണമെങ്കിൽ ഏതാണോ കൂടുതൽ ലോഡ് എടുത്ത് കൂടുതൽ ഡീഫോർമേഷനിലോട്ട് എത്തി തിരിച്ച് ലോഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ തിരിച്ച് പഴയ പൊസിഷനിലെത്തുന്നത്, അതാണ് കൂടുതൽ ഇലാസ്റ്റിക്. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റീലിന് കൂടുതൽ ഇലാസ്റ്റിക് ആണെന്ന് പറയാറുണ്ടല്ലേ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഹയർ. ഈ ഇലാസ്റ്റിസിറ്റിയുടെ ഒരു മെഷറാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അത് സ്റ്റീലിന് ഹയർ ആണെന്ന് പറയാനുള്ള കാരണം എന്താ? സ്റ്റീൽ ഡീഫോം ചെയ്യില്ലല്ലോ എന്ന് ചിന്തിക്കാം. ഓക്കെ, സ്റ്റീൽ നമുക്ക് നമ്മുടെ മിയർ ഐ കൊണ്ട് ചിലപ്പോൾ ഡീഫോർമേഷൻസ് കാണില്ല അല്ലേ, പക്ഷേ എന്തുകൊണ്ടാണ് സ്റ്റീൽ മോർ ഇലാസ്റ്റിക് എന്ന് പറയാൻ? സ്റ്റീൽ വിൽ ടേക്ക് ഹയർ ലോഡ്സ് അല്ലേ. നമ്മൾ ചെറിയ ലോഡ് കൊടുത്തു, റിമൂവ് ചെയ്തു, സ്റ്റീൽ പഴയ പൊസിഷനിൽ തന്നെയാണ്. നമ്മൾ വീണ്ടും ലോഡ് കൊടുത്തു, റിമൂവ് ചെയ്തു, സ്റ്റീൽ വീണ്ടും പഴയ പൊസിഷനിൽ തന്നെയാണ്. ഹെവിയർ ലോഡ് കൊടുക്കുമ്പോഴാണ് സ്റ്റീലിന് ചെറിയ ഡീഫോർമേഷൻ എങ്കിലും സംഭവിക്കുന്നത്, അപ്പോഴും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പൊസിഷനിൽ എത്തുന്നുണ്ട്. വളരെ ഹെവിയർ ആയിട്ട് ലോഡ് വെക്കുമ്പോൾ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, അത് തിരിച്ച് എന്ത് സംഭവിക്കുന്നുള്ളൂ, ഒരു ചെറിയ പെർമനൻ്റ് ഡീഫോർമേഷൻസ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇലാസ്റ്റിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അത് ആ ഫോഴ്സ് തിരിച്ചെടുക്കുമ്പോൾ പഴയ പൊസിഷനിലോട്ട് ആ ബോഡി എത്തുന്നെങ്കിൽ ആ ബോഡി ഇലാസ്റ്റിക് ആണെന്ന് പറയാം. നേരെ ഓപ്പോസിറ്റ് പ്ലാസ്റ്റിക്, പെർമനൻ്റ് ഡീഫോർമേഷൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഒരു ബോഡിയിൽ പെർമനൻ്റ് ഡീഫോർമേഷൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് എന്താണ്? പ്ലാസ്റ്റിക് നേച്ചറുള്ള പ്ലാസ്റ്റിക് ബിഹേവിയറാണ്. അതായത് ഇഫ് എ ബോഡി ഡസ് നോട്ട് റീഗെയിൻ ഇറ്റ്സ് സൈസ് ഓർ ഷേപ്പ് വെൻ ദ എക്സ്റ്റേണൽ ലോഡ്സ് ആർ റിമൂവ്ഡ്, എക്സ്റ്റേണൽ ലോഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസോ ഷേപ്പോ റീഗെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം ബോഡീസ് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ആൻഡ് ഇലാസ്റ്റിക്. ഓക്കെ, പ്ലാസ്റ്റിക് ആൻഡ് ഇലാസ്റ്റിക്. ഇത് ബോഡീസിൻ്റെ ഡീഫോർമേഷനും റിജിഡ് ബോഡീസും പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് നേച്ചർ ഓഫ് ബോഡീസ്. ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങനെ ബോഡീസിൻ്റെ ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് നേച്ചർ പറയുമ്പോൾ നമ്മൾ പറയേണ്ട രണ്ട് പോയിൻറ്റ്സ് ആണ് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. നമ്മൾ കോമൺസ് ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ. മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ അല്ലേ. എന്താ മാലിയബിൾ, എന്താ ഡക്റ്റൈൽ? ഒരു മെറ്റീരിയൽ മാലിയബിൾ, നമ്മളെപ്പോഴും അടിച്ച് പരത്തി ഷീറ്റാക്കാൻ പറ്റുന്ന അല്ലേ, ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ ഷീറ്റ്സ്. ഒരു മെറ്റീരിയലിനെ നമ്മൾ അടിച്ച് അല്ലെങ്കിൽ നമ്മളത് ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിനെ തിൻ ഷീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ്? അത് മാലിയബിൾ ആണ്. മാലിയബിൾ തിൻ ഷീറ്റ്സ്. ഓക്കെ, ഇനി ഡക്റ്റൈൽ. നമ്മളൊരു മെറ്റീരിയലിനെ, ഒരു ബോഡീനെ നമ്മൾ അതിനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിനെ തിൻ വയേഴ്സ് അല്ലേ, തിൻ വയേഴ്സിൻ്റെ ഫോർമാറ്റിലോട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ അതെന്താണ്? അത് ഡക്റ്റൈൽ മെറ്റീരിയലാണ്. ഡക്റ്റൈൽ മെറ്റീരിയൽ, അതാണ് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക് ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മൾ മെക്കാനിക്സ് എന്താണെന്ന് പറഞ്ഞു, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു, നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന കുറച്ച് ടേംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ അവിടെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ടേംസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇലാസ്റ്റിക് എന്താണ്, പ്ലാസ്റ്റിക് എന്താണ്, ഡക്റ്റൈൽ എന്താണ്, മാലിയബിൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പോകാനുള്ളത് സ്കെയിലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. സ്കെയിലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് നമുക്കറിയാം. സ്കെയിലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്കെയിലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. സ്കെയിലാർ ക്വാണ്ടിറ്റീസ്, എനിത്തിങ് ദാറ്റ് ഈസ് സ്കെയിലബിൾ. സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത്, മെഷർ ചെയ്യാൻ പറ്റുന്നത്, അതാണ് സ്കെയിലബിൾ എന്നുള്ള വേർഡ് മീനിങ്സിൽ നിന്നാണ് ആക്ച്വലി സ്കെയിലാർ എന്ന് പറയുന്നത് വരുന്നത്. സ്കെയിലബിൾ, എനിത്തിങ് ദാറ്റ് ഈസ് സ്കെയിലബിൾ. ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. നമുക്കറിയാം, ഇറ്റ് ഈസ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, ദർ ഇസ് നോ ഡയറക്ഷൻ. നമുക്കതിനെ ആക്ച്വലി എന്താണ്, സ്കെയിൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി പറയാനേ പറ്റുള്ളൂ. ബട്ട് നമുക്കതിന് ഇന്ന ഡയറക്ഷനിലാണെന്നോ
അല്ലെങ്കിൽ അതിന് ഒരു ഡയറക്ഷന് ഇമ്പോർട്ടൻസോ ഉള്ള സംഭവങ്ങളല്ല എന്ത് സ്കേലാർ ക്വാണ്ടിറ്റീസ് അല്ലേ. ഇനി സ്കേലാർ ക്വാണ്ടിറ്റീസ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻസ് ഉണ്ടാവും, ചില കേസിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻസ് ഉണ്ടാവും, ബട്ട് ഇറ്റ് ഹാസ് നോ ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു സെൻസ് ഇല്ല. ഓക്കെ, അതാണ് സ്കേലാർ ക്വാണ്ടിറ്റി. സ്കേലാർ ക്വാണ്ടിറ്റീസ് നമ്മളിവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ എക്സാമ്പിളുകളാണ്. സ്കേലാർ ക്വാണ്ടിറ്റീസ് മാസ് 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 എന്ന് പറയുന്നത് അവിടെ നമുക്ക് ആ ക്വാണ്ടിറ്റി മാത്രമേ പറയാനുള്ളൂ അല്ലേ, വേറെ ഒന്നില്ല, ഡയറക്ഷൻ പറയാനില്ല. ദെൻ വോളിയം 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 ദെൻ ഡെൻസിറ്റി ഡെൻസിറ്റി. ഓക്കെ, നമ്മൾ ഡൈനാമിക്സിലോട്ട് കിടക്കുമ്പോൾ ഡിസ്റ്റൻസ് 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 ദെൻ സ്പീഡ്. ഇനിയും ഒരുപാട് സ്കേലാർ ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? എനർജി, പവർ ഇല്ലേ. ദെൻ ഇനിയും ഒരുപാട് ക്വാണ്ടിറ്റീസ് നമുക്കറിയാം അല്ലേ, എക്സാമ്പിളുകൾ. ഇതാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. എനിത്തിങ് ദാറ്റ് ഈസ് സ്കെയിലബിൾ ഓൺലി, അത് സ്കെയിൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അത് നമുക്ക് മെഷർ ചെയ്തെടുക്കാനേ പറ്റുള്ളൂ, ബാക്കി കാര്യങ്ങൾ അതിൽ പറ്റില്ല. ഓക്കെ, ഇനി നമുക്കറിയാം അത് അടുത്തെന്താ സ്കേലാർ ക്വാണ്ടിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വെക്റ്റർ ക്വാണ്ടിറ്റീസ് അല്ലേ. വെക്റ്റർ ക്വാണ്ടിറ്റീസ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഈ വെക്റ്റർ എന്നുള്ള വേർഡ് വന്നത് കാരിയർ എന്നുള്ള മീനിങ്ങിലാണ്. കാരിയർ 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 എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാരീസ് സം ഡയമെൻഷൻസ് ഓർ സം ക്വാണ്ടിറ്റീസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലോട്ട് അത് ക്യാരി ചെയ്യുന്നുണ്ട്, അതാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ നോർമൽ ഡെഫിനിഷൻ എന്താ? നോർമൽ ഡെഫിനിഷൻ ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇറ്റ് ഹാസ് ബോത്ത് magnitude and direction, both magnitude and direction, sorry, both magnitude and direction. Direction അല്ലേ, both magnitude and direction. ഒരു ക്വാണ്ടിറ്റി മെഷറബിൾ ആണ്, മെഷറബിൾ മാത്രമല്ല അതിനൊരു ഡയറക്ഷൻ സ്പെസിഫിക് ആണ് അല്ലേ, ഡയറക്ഷൻ സ്പെസിഫിക് ആണ്, കൂടാതെ അതിനൊരു സെൻസും ഉണ്ട്. സെൻസ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് കൂടി നോക്കാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, സെൻസ് ഉണ്ട്. ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ് എങ്ങനെയാണ്? ഒരു വെക്റ്റർ ഫോർമാറ്റിലോട്ടാണ് അല്ലേ. എന്താണ് ഇതിൽ ഓരോന്ന് എങ്ങനെയാണ് വരിക അല്ലേ. ഇതിലെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെക്റ്ററിൻ്റെ ലെങ്ത് ആണ്, ലെങ്ത്. ഓക്കെ, ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് എങ്ങോട്ട് തിരിച്ചു വരക്കുന്നു എന്നുള്ളതാണ് ഡയറക്ഷൻ. ഓക്കെ, ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ് ഈ ബോർഡിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്നും ഇത്ര ആംഗിളിലാണെന്ന് പറയാം, തീറ്റ ആംഗിൾ, അതാണ് അതിൻ്റെ ഡയറക്ഷൻ. ഡയറക്ഷൻ അതാണ്. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും ഇത് നമ്മൾ എക്സ് ആക്സിസ്, ഈ ബോർഡിൻ്റെ ഏറ്റവും ബോട്ടം എൻഡ് നമ്മളെന്താണ് ഒരു എക്സ് ആക്സിസ്, അതിൻ്റെ ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ട് റെഫറൻസ് എടുക്കുകയാണ്. അതിൽ നിന്നും തീറ്റ ഡിഗ്രി ആംഗിളിലാണ് ഇതിൻ്റെ ഡയറക്ഷൻ. അതാണെന്ത് ഡയറക്ഷൻ എന്നിട്ട് ഡിനോട്ട് ചെയ്യണം. ഡയറക്ഷനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് ഈ ആംഗിളാണ്, എത്ര ചെരിവിലാണ് വരക്കുന്നത്. നമ്മളിങ്ങനെ വരച്ചില്ലല്ലോ, പകരം ഇങ്ങനെ ചെരിച്ച് വരച്ചത്, കാരണം ഈ ഡയറക്ഷനിലാണ്, അതാണ് അതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷനായി പോരാ. ഈ ഡയറക്ഷനിൽ ഇത് എന്ത് ചെയ്യാം? ഈ ഡയറക്ഷനിൽ അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം ഈ ഫോഴ്സ്. ഓക്കെ, അതാണ് സെൻസ് പറയുന്നത്. സെൻസ് അല്ലേ. സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ ആ ലൈനിൽ തന്നെ ഇത് എങ്ങോട്ടാണ്, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അല്ലേ. അത് ഫോഴ്സസ് കുറിച്ച് പറയുമ്പോൾ ഈ ഡയറക്ഷനാണോ ഈ ഡയറക്ഷനാണോ എന്ന് പറയാം. മൊമെൻറ്റ് പറയുമ്പോൾ അതിൻ്റെ സൈസ് എങ്ങനെ വരും, സെൻസ് എങ്ങനെ വരും? ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് സെൻസ് പറയാം അല്ലേ. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂസ് ആണ്. ഓക്കെ, അതിൻ്റെ നമ്മൾ 20 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന ആ 20 ആണ് ആക്ച്വലി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇല്ലേ. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് പ്ലെയിനിലാണ്? ഓക്കെ, ഏത് പ്ലെയിനിലാണ്? ഈ പ്ലെയിനിലാണോ, അല്ലെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇങ്ങനൊരു പ്ലെയിനിലാണോ, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്ലെയിനിലാണോ എന്നാണ് അതിൻ്റെ ഡയറക്ഷൻ. സെൻസ് എന്ന് പറയുമ്പോഴോ ഈ പ്ലെയിനിൽ തന്നെ ഇത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദി സെൻസ്. ഓക്കെ, അതാണ് വെക്റ്റർ.
വെക്റ്റർ ക്വാണ്ടിറ്റീസ് എക്സാമ്പിളുകൾ നമുക്കറിയാം അല്ലേ? അറിയാം. എന്താണ്? പ്ലസ് ടു തൊട്ട് പഠിച്ചു വരുന്നതാണ്. എക്സാമ്പിളുകൾ നമുക്കറിയാം. ഓക്കെ, എന്തായിരിക്കും? വെയിറ്റ് മാസ് പറയുമ്പോൾ കൂടെ പറയേണ്ട സാധനമാണ് വെയിറ്റ് അല്ലേ? വെയിറ്റും മാസും തമ്മിലുള്ള ബന്ധം അറിയാത്തവരുണ്ടാവാം. പറയാം. ഓക്കെ, വെയിറ്റ് എന്താണ്? വെയിറ്റ് ഈസ് എ ഫോഴ്സ്. ആക്ച്വലി വെയിറ്റ് ഈസ് എ ഫോഴ്സാണ്. ഒരു ബോഡിയിൽ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം ഉണ്ടാകുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സുകളാണ് എന്ത്? വെയിറ്റ്. ഒരു എം മാസുള്ള ബോഡിയിൽ ജി ആക്സലറേഷനോടുകൂടിയാണ് അത് പുള്ള് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എം ഇൻറ്റു ജി. ഓക്കെ, ഒരു മനുഷ്യൻ്റെ വെയിറ്റ് 65 kg എന്ന് പറയുന്നത് അത് ആക്ച്വലി വെയിറ്റ് അല്ല, മാസ്സാണ് പറയുന്നത്. നോർമലി അത് വെയിറ്റ് എന്നിട്ട് പറയാറുണ്ടെങ്കിലും അത് ആക്ച്വലി മാസ്സാണ് അല്ലേ? അതിൻ്റെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഈ ഒരു ഷേപ്പിനകത്തിരിക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മാത്രമാണ് 65 അല്ലെങ്കിൽ 80, 75 എന്ന് പറയുന്ന വാല്യൂ കിലോഗ്രാമിൽ പറയുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബോഡീനെ എങ്ങനെയാണോ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്, ഡെവലപ്പ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണോ അതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്യണം? എമ്മിനെ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എം ഇൻറ്റു ജി. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഫോഴ്സ്. ഇറ്റ് ഹാസ് ഡയറക്ഷൻ അല്ലേ? ഡയറക്ഷൻ ഉണ്ട്. എങ്ങനെയാ? ഈ ആക്ഷനിലാണ്. ഓക്കെ, സെൻസ് ഉണ്ട്, താഴോട്ടാണ്. ഓക്കെ, ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ താഴെ വരുന്ന ലൈന്, ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് എർത്തിൻ്റെ സെൻറ്ററിലോട്ടുള്ള ലൈൻ, അതാണ് ഡയറക്ഷൻ. സെൻസ് എങ്ങോട്ടാ? താഴോട്ടാണോ മേലോട്ടാണോ? താഴോട്ട്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എത്രയാ? മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എം ഇൻറ്റു ജി. ഓക്കെ, അതാണ് വെയിറ്റ്. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാവുന്ന ക്വാണ്ടിറ്റിയാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ വെലോസിറ്റി. ഫോഴ്സസ്. ഈ വെയിറ്റ് എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരും. ഫോഴ്സ്. ഇനിയും ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കുമ്പോൾ ഏതിനിട്ട് ക്വാണ്ടിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വെക്ടറാണോ സ്കെയിലറാണോ നോക്കാം. ഓക്കെ, ഇതാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആൻഡ് സ്കെയിലർ ക്വാണ്ടിറ്റീസ്. സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ മനസ്സിലായിട്ട് ഓർമ്മ, ഇറ്റ് ഈസ് എ സ്കെയിലബിൾ ഓൺലി. അത് മെഷർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ക്വാണ്ടിറ്റി പറയാനേ പറ്റുള്ളൂ, ഡയറക്ഷൻ പറയാൻ പറ്റില്ല. ഓക്കെ, മേ ബി സം സെൻസ് ഉണ്ടാവാം, പോസിറ്റീവ് ഓർ നെഗറ്റീവ് സെൻസസ് ഉണ്ടാവാം സ്കെയിലറിന്, ബട്ട് ഡയറക്ഷൻ ഇല്ല. ഓക്കെ, വെക്റ്റർ ക്വാണ്ടിറ്റീസ്, വെക്റ്റർ എന്നുള്ള വേർഡ് വന്നത് കാരിയർ എന്നുള്ള പദത്തിൽ നിന്നാണ്. അതിൻ്റെ എക്സാക്റ്റ് മീനിങ് കാരിയർ ആണ്. ഇറ്റ് ക്യാരീസ് സം ക്വാണ്ടിറ്റീസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലോട്ട് അത് ക്വാണ്ടിറ്റീസിനെ ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ഹാസ് ഡെഫിനിറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് സെൻസ് കൂടെ പറയുമ്പോഴേ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് സെൻസ്. എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ സ്കെയിലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ട് സാധനങ്ങളാണ് എന്ത് ചെയ്യും? സ്കെയിലാർ പ്രൊഡക്റ്റ് ആൻഡ് വെക്റ്റർ പ്രൊഡക്റ്റ് അല്ലേ? സ്കെയിലാർ പ്രൊഡക്റ്റ് ആൻഡ് വെക്റ്റർ പ്രൊഡക്റ്റ്. ഫസ്റ്റ് വൺ സ്കെയിലാർ പ്രൊഡക്റ്റ്. വെക്റ്റർ മാത്സ് ആണ്, വെക്റ്റർ അൽജിബ്രയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായതുകൊണ്ട് നമ്മൾ ഡിസ്കസ്. സ്കെയിലാർ പ്രൊഡക്റ്റ് ഇറ്റ്സ് ഓൾസോ കോൾഡ് ഡോട്ട് പ്രൊഡക്റ്റ്. സ്കെയിലാർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, സ്കെയിലാർ പ്രൊഡക്റ്റ്, രണ്ട് വെക്റ്ററുകൾ, എ എന്ന വെക്റ്റർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഹെഡിൽ ഒരു ആരോ ഉണ്ടായിട്ടാണ് അല്ലേ? എ എന്ന വെക്റ്റർ, ബി എന്ന വെക്റ്റർ, ഇവ തമ്മിലുള്ള സ്കെയിലാർ പ്രൊഡക്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എ ഡോട്ട് ബി ആണ്. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ. വാട്ട് ഈസ് തീറ്റ ഹിയർ? ഇഫ് എ ആൻഡ് ബി ഈസ് മേക്കിംഗ് an angle theta, vector A, vector B and theta. Okay, this is dot product AB cos theta. Okay, A dot B is equal to AB cos theta. ഇത് ഒരു പ്ലെയിനിലുള്ള പ്രൊഡക്ട്സ് ആണ്, ഒരു പ്ലെയിനിലുള്ള പ്രൊഡക്റ്റ്. ദെൻ
വെക്റ്റർ പ്രൊഡക്റ്റ്, വെക്റ്റർ പ്രൊഡക്റ്റ്, വെക്റ്റർ പ്രൊഡക്റ്റ്. It's also called as cross product, cross product. A cross B equal to AB sin theta, AB sin theta. ഓക്കെ, എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും എ എന്ന വെക്ടറിൻ്റെയും ബി എന്ന വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എ ബി സൈൻ തീറ്റ. ഓക്കെ, ഇതാണ് നോർമലി സ്കെലാർ വെക്ടർ പ്രൊഡക്റ്റ്. നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വേണ്ടത്. എ ബി കോസ് തീറ്റ ആൻഡ് എ ബി സൈൻ തീറ്റ അല്ലേ. രണ്ട് വെക്ടറിൻ്റെ സ്കെലാർ പ്രൊഡക്റ്റ് വിൽ ബി എ സ്കെലാർ, സ്കെലാർ സ്കെലാർ ആയിരിക്കും അല്ലേ. അവിടെ നമുക്ക് ഒരു വാല്യൂ മാത്രമാണ് കിട്ടുക, അതിലൊരു മാഗ്നിറ്റ്യൂഡുള്ള സംഭവം മാത്രമാണ് കിട്ടുക. അവിടെ എന്തില്ല, ഡയറക്ഷൻ ഇല്ല, സ്കെലാർ ആയിരിക്കും. ഒരു രണ്ട് വെക്ടറിൻ്റെ വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് വിൽ ബി എ വെക്ടർ, വിൽ ബി എ വെക്ടർ. ഓക്കെ, ഓക്കെ, ഇതൊരു സ്കെലാറും ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇതാണ് സ്കെലാർ പ്രൊഡക്റ്റ് ആൻഡ് വെക്ടർ പ്രൊഡക്റ്റ്. എന്താണ് സ്കെലാർ പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞു, സ്കെയിലബിൾ ക്വാണ്ടിറ്റീസ്. വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരി ചെയ്യുന്നത്, ഒരു ക്വാണ്ടിറ്റി വൺ സൈഡിൽ നിന്ന് അതർ സൈഡിലോട്ട് ക്യാരി ചെയ്യുന്നതാണ് വെക്ടർ ക്വാണ്ടിറ്റീസ്. സ്കെലാർ പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു, വെക്ടർ പ്രൊഡക്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ.